നമ്മുടെ വീട്ടിലോട്ടൊക്കെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നാൽ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പച്ചരി എടുത്തിട്ട് ഒരു 6 മണിക്കൂർ മുന്നെങ്കിലും കുതിർത്ത് വെക്കണം. അത് മാത്രം മതി, വേറെ ഒന്നുമില്ല. പച്ചരിയും കുറച്ച് തേങ്ങയും ഉപ്പും മാത്രം മതി, കുറച്ച് ചൂടുള്ളൂ. ഇതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയ സാധനങ്ങൾ. അപ്പം വളരെ ഈസിയാണ്. ആരെയൊക്കെ പെട്ടെന്ന് വന്നു ചേർന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ഹായ്, എല്ലാവർക്കും റോയി 3R വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റെസിപ്പി ആയിട്ട് വരികയാണ്. മലയാളികൾക്ക് നല്ല നല്ല ഫുഡുകളെന്നും ഇഷ്ടമാണല്ലോ. ഞാനൊരു സ്പെഷ്യൽ റെസിപ്പികളല്ല, എല്ലാവരും സ്ഥിരം കാണുന്നൊരു റെസിപ്പിയാണ്. ഞാനിത് പറയാൻ കാരണം ഇത് സ്പെഷ്യൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങളിത് യൂട്യൂബിന് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രിപ്പറേഷൻ ചെയ്തെടുക്കുന്നൊന്നല്ല. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് ഞാനും വൈഫും രാവിലെ 8 മണി 8:15 ഡ്യൂട്ടിക്ക് പോകണം. മോക്ക് 8:15 സ്കൂളിലോട്ടും പോകണം. അപ്പോൾ ഇതൊക്കെ കൂടെ രാവിലെ ചെയ്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വളരെ ഈസി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നു മാത്രം. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുത്തൊന്നുമല്ല. അപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നീർദോശയാണ്, നീർദോശയും ചമ്മന്തിയും. നീർദോശ ഉണ്ടാക്കുന്ന എൻ്റെ വൈഫാണ്, ചമ്മന്തി ഞാനും ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോയി നോക്കാം. ഒരു 6 മണിക്കൂർ മുന്നേ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്കത് പെട്ടെന്ന് റെഡിയാക്കി വെക്കാൻ പറ്റുള്ളൂ. കുതിർത്ത പച്ചരി കുറച്ച് തേങ്ങയും ഉപ്പും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നല്ല വെള്ളം പോലെ അരച്ചെടുക്കണം കേട്ടോ. കുതിർത്ത് വെച്ച പച്ചരിയും തേങ്ങയും കൂടി നമ്മൾ ഒന്നിച്ച് അരയ്ക്കണം. ഇതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്, പച്ചരിയുടെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് വേണം ഇത് നമ്മൾ മിക്സ് ആക്കാൻ കേട്ടോ. ഒരു സ്പൂണ് വെളിച്ചെണ്ണ അതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കി അതിൽ വേണം ഇത് മിക്സ് ചെയ്യാൻ. ചൂടുവെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിന് വേണം കേട്ടോ നമുക്ക്. കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ അത് മിക്സ് ആക്കേണ്ടത്. ഈ ഒരു പരുവം വേണം കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഇതുണ്ടോ, നല്ല ലൂസായിരിക്കണം കേട്ടോ മാവ്. നല്ല വെള്ളം പോലെ ലൂസായിരിക്കണം ഈ മാവ് കേട്ടോ. നമ്മൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന് ശേഷം അതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാവിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ വെറുതെ ഒന്ന് താളിച്ചു കൊടുക്കണം കേട്ടോ. വളരെ കുറച്ച് വെളിച്ചെണ്ണ വെറുതെ എടുത്തൊന്ന് താളിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇതാണ് നമ്മുടെ നീർദോശ. ഈ രൂപത്തിലാണ് വരിക. ഇതിന് നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. സംഭവം വളരെ സിമ്പിളാണ്. നീർദോശ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ബാക്കി കൂടി ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ.
നീർദോശേൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ചമ്മന്തിയാണ്. ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉണക്കമുളക് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് അങ്ങോട്ട് അരച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തി കിട്ടും. നമുക്ക് ഏത് വേണം ഉണ്ടാക്കാം കേട്ടോ, ചമ്മന്തി നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. ഞാൻ അതിൻ്റെ റെസിപ്പി സ്പെഷ്യൽ ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിലാണെന്ന് മാത്രം. നല്ല നല്ല കോമ്പിനേഷനാണ് നീർദോശയും ചമ്മന്തിയും. ഇനി ഞാൻ ചമ്മന്തി അരച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നീർദോശയും ചമ്മന്തിയും. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വൈഫിനാണ്. ചമ്മന്തി മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. നീർദോശയുടെ ക്രെഡിറ്റ് വൈഫിനാണ്, വൈഫാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മളിനി കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയാം. തൈര് ഉണ്ടോ, തൈര് ഒഴിച്ച് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ചട്നി പോലെ തന്നെ നല്ല ലൂസായിട്ട് കിട്ടും കേട്ടോ. അതിനുവേണ്ടിയാണ് ഞാൻ തൈര് ഒഴിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് ചമ്മന്തിക്ക്. അപ്പോൾ നമ്മുടെ നീർദോശയും ചട്നിയും കഴിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ നീർദോശ 2 എടുത്തിട്ടുണ്ട്, കുറച്ച് ചമ്മന്തി എടുത്തിട്ടുണ്ട്. ഇത് തിന്നു കഴിഞ്ഞിട്ട് ഇനി അഭിപ്രായം പറയാം. അഭിപ്രായം പറയാനൊന്നുമില്ല, കാരണം ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ സ്ഥിരം രാവിലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നീർദോശയും ചമ്മന്തി. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഏതായാലും ഞാൻ തിന്നിട്ട് അഭിപ്രായം പറയാം. നല്ല കിടില സാധനമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അരിയും പച്ചരി കുതിർത്ത് വെക്കുക തലേദിവസം. അതിനുശേഷം രാവിലെ നമ്മൾ അരയ്ക്കുക, കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർക്കുക, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. നല്ല അടിപൊളി സംഭവമാണ്, ഈസിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന റെസിപ്പികളും ട്രാവലിങ്ങും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാതെ വരയ്ക്കും. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.